നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ദുബൈ KMCCയിലാണ്. ദുബൈ KMCCയിൽ ഇന്ന് ഇഫ്താർ സംഗമം നടക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരം ആണ് ഇന്നത്തെ ഇഫ്താർ സംഗമത്തിൻ്റെ KMCC ആയിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് നമുക്ക് കടക്കാം. നമുക്ക് ദുബൈ KMCCയുടെ പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ വിശേഷങ്ങൾ. നമസ്കാരം. നമസ്കാരം. റംദാൻ കരീം. എന്തൊക്കെയാണ് ഈ വർഷത്തെ റംദാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ നോമ്പ് തുറ സംഘടിപ്പിക്കുന്നു? അതിൽ എത്ര പേരാണ് ഒരു ദിവസം ഇവിടെ ഇതിൽ വന്നെടുക്കുന്നത്? ദുബായ് KMCC 2012 തുടങ്ങി വെച്ചതാണ് ടെൻറ്റിൻ്റെ പരിപാടി. ബറായിലായിരുന്നു ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ കോവിഡ് സമയത്താണ് 2-3 വർഷം ഇത് നിർത്തിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും തുടങ്ങിയതാണ്. ഇതൊരു പുതിയ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷയിലേക്കായി കൂടുതൽ സത്യത്തിൽ ഞങ്ങൾക്ക് അതിഥികളായിട്ട് നോമ്പ് തുറക്കാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതൊരു പ്രത്യേകം ഞങ്ങളെ ഓഫീസിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വന്നത്. പക്ഷേ ഞങ്ങളെ വിഭവങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ അതിഥികളെ സ്വീകരിക്കുന്ന ആ പ്രത്യേകത കൊണ്ടായിരിക്കാം ഓരോ ദിവസവും ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ഏകദേശം 2000-ന് മുകളിൽ 2500 ഞങ്ങളെ ടാർഗറ്റ്. ഏകദേശം അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അത്രയും ആളുകൾ ആ സമയത്ത് ഏകദേശം ആ നോമ്പ് തുറക്കുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പാണ് ഇവിടെ എത്തുക. അത് ഞങ്ങൾക്കറിയാം. അതിനനുസരിച്ചാണ് ഞങ്ങളെല്ലാ ഓരോ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ വോളണ്ടിയേഴ്സ് ടീം, ഹാപ്പിനെസ് ടീം എന്നാണ് ഞങ്ങൾ അവരെ അറിയപ്പെടുന്നത്. ഹാപ്പിനെസ് ടീം 7 റെയിൻബോ 7 കളറിൽ പോലെ തന്നെ 7 ദിവസം 7 കളറാണ് ഓരോ ദിവസമായിട്ട് ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അവരുടെ ജോലി സമയം കഴിഞ്ഞിട്ട് അവർ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് അതിഥികൾ സ്വീകരിക്കേണ്ട രൂപത്തിലേക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്തു. അവരെല്ലാം പോയതിന് ശേഷം ഇവിടെ എല്ലാം വളരെ വൃത്തിയാക്കി ദുബായ് മുനിസിപ്പാലിറ്റീൻ്റെ ആളുകൾ വന്ന് വേസ്റ്റ് ഐറ്റംസൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നത് വരെ അവരിവിടെ എല്ലാത്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പിന്നെ എല്ലാ രാജ്യത്തിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരുന്നത് ഇഫ്താർ ടെൻറ്റിൽ എത്തുന്നുണ്ട്. കാരണം നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകളും ഇവിടെ വന്നുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഇരിക്കുന്നു. പിന്നെ ഞങ്ങൾ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കിച്ചണിൽ ഏൽപ്പിച്ചതോ അങ്ങനെയല്ല. ഞങ്ങളെ കിച്ചണിൽ KMCCയുടെ കിച്ചണിൽ ഞങ്ങൾ ചെഫിനെ വെച്ച് എല്ലാം ഞങ്ങളായ സാധനം വാങ്ങി ഏറ്റവും നല്ല ഐറ്റംസ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് വാങ്ങി സാധനങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതിൽ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത്, ഏകദേശം ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അതും എല്ലാവരും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങളത് പാക്ക് ചെയ്ത് പോകുന്നത് കണ്ടെയ്നറിലാക്കി കൊണ്ടുപോകുകയല്ലേ ചെയ്യുന്നത്. എല്ലാവരും ഇവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു വളരെ സന്തോഷപൂർവ്വം ആണ് ഞങ്ങളവരെ. ഓക്കെ, താങ്ക് യു. റംദാൻ കരീം. നമുക്ക് വൈസ് പ്രസിഡന്റ് സലാമിക്കയോട് ചോദിക്കാം. നമസ്കാരം. ഇന്നിപ്പം 25 നോമ്പായി കഴിഞ്ഞു. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്? അൽഹംദുലില്ലാ, ഞങ്ങൾ തുടക്കം മുതൽ ഇന്നത്തെ ഈ ദിവസം വരെ വളരെ സന്തോഷകരമായ രീതിയിലാണ് ഞങ്ങൾ ഇത് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ആദ്യം 2012 തുടങ്ങിയ കാലഘട്ടത്തിൽ പിന്നൊരു ബ്രേക്ക് വന്നു. കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ്, മാത്രമല്ല ദുബായ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി, ഔക്കാഫിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ ടെൻറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരാശരി ഒരു ദിവസം 2500 ആളുകൾക്ക് നോമ്പ് തുറയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഞങ്ങളുടെ സ്വന്തം കിച്ചണിൽ ഞങ്ങൾ തന്നെ വെച്ചിരുന്ന ഷെഫിനെ വെച്ചിട്ടാണ് ഈ ഭക്ഷണം ഇവിടെ പാകം ചെയ്ത് അതിഥികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുബായിൽ താമസിക്കുന്ന എല്ലാ രാജ്യക്കാരായ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. വളരെ സന്തോഷകരമായ രീതിയിൽ അവരെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അവർ സന്തോഷത്തോടു കൂടി നോമ്പ് തുറന്ന് പിരിയുന്നുണ്ട്. ഇത് ഞങ്ങൾ ഈ വർഷം കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ്
ഞങ്ങളിത് തുടങ്ങിയതും. ഇത് മാത്രമല്ല, ഇതിനോട് കൂടി സഞ്ചരിക്കുന്ന KMCCയോട് കൂടി സഞ്ചരിക്കുന്ന കുറേ നല്ല ആളുകളുടെ പരിപൂർണ്ണ പിന്തുണ ഇതിനുണ്ട്. ഈ ദുബായിലെ വർത്തക പ്രമുഖന്മാർ, ഇവിടുത്തെ സാമൂഹിക മതപരമായ രംഗത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇതിനോട് സാമ്പത്തികമായി സഹായിക്കുന്ന ഞങ്ങൾ സ്നേഹിക്കുന്ന നല്ലവരായ കുറേ നല്ല മനുഷ്യന്മാരുണ്ട്. അവരുടെയൊക്കെ സഹായ സഹകരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു റംദാൻ കരീം. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ ആൾക്കാരാണ്. എല്ലാ ദിവസവും KMCCയിൽ ഈ വക ഓരോ ജില്ലക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നടത്താൻ വേണ്ടിയുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലക്കാരാണ്. ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് നടന്നു വന്നുകൊണ്ടിരുന്നൊരു സംവിധാനമാണ്. ഇപ്പോൾ 2 വർഷം ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ വീണ്ടും അത് തുടങ്ങുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളെ ടെൻറ്റിൽ നമ്മളുടെ സംവിധാനത്തിൽ തന്നെ പാചകം ചെയ്ത് ഇവിടെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡൻ്റ് ഒരു സിസ്റ്റവും കൂടിയാണ്. നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ഉറപ്പുവരുത്തി ഹെൽത്തി ഫുഡ് കൊടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. റംദാൻ കരീം. അസ്സലാമു അലൈക്കും. എങ്ങനെയാണ് ഈ വർഷത്തെ നോമ്പ് തുറ നടക്കുന്നത്? വളരെ നേരത്തെ ഇവരെല്ലാവരും പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ചിട്ടയോടുകൂടി നമ്മൾ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ പോയാൽ പോലും കിട്ടാത്ത വളരെ ഒരു മനുഷ്യന് ഏറ്റവും സൗകര്യമായി എങ്ങനെ നോമ്പ് തുറക്കാൻ സാധിക്കും, അതിനെക്കുറിച്ച് ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡൻറ്റ് വളരെ കാര്യമായി ചിന്തിക്കുകയും ആ കൂടിയാലോചന മീറ്റിങ്ങിൽ വളരെ സർപ്രൈസായിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞത്, ഇപ്രാവശ്യത്തെ ഫുഡ് നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ ആ രീതിയിൽ നമുക്ക് പാചകം ചെയ്യാൻ എന്താണ് വഴി. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്കൊരു വലിയ കിച്ചൺ, അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട തന്നെ ഒരു കിച്ചണാണ് നമുക്ക് സൗകര്യപ്പെടുത്തി കിട്ടിയത്. ആ കിച്ചണിൽ വളരെ നല്ല രീതിയിൽ പാചകം ചെയ്ത് ഇവിടെ വരുന്നവർ മുഴുവനും, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഇപ്രാവശ്യം നോമ്പ് കുറച്ച് പെട്ടെന്നാണ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ജോലി കഴിഞ്ഞ് പ്രത്യേകിച്ച് ഷാർജ ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ദുബായിൽ നിന്ന് എത്താൻ വളരെ പ്രയാസമുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ വളരെ സൗകര്യപൂർവ്വം വീട്ടിൽ നോമ്പ് തുറക്കുന്നതിനേക്കാൾ സൗകര്യത്തോടു കൂടി നോമ്പ് തുറന്നു പോകുന്ന ഒരു സൗന്ദര്യം ഞങ്ങൾ ആസ്വദിക്കുകയും അത് കണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഇവിടുത്തെ ബിസിനസ്സുകാരും മറ്റുള്ളവരൊക്കെ വലിയ തുക തന്നെ ഒരു ദിവസം ഏകദേശം 20,000 ദിർഹംസോളം ചിലവ് വരുന്ന രീതിയിലാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അതുപോലെ നിങ്ങളെപ്പോലത്തുള്ള മീഡിയകൾക്കൊക്കെ വളരെ കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ട്രിവാൻഡ്രം KMCCയുടെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് നമുക്ക് ഈ ഇഫ്താറിനെ കുറിച്ച് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ വർഷത്തെ ഇഫ്താർ? ഈ വർഷം 2 വർഷത്തിന് ശേഷമാണ്, കോവിഡിന് ശേഷമാണ് ഇപ്പം നല്ല രീതിയിലൊരു ഇഫ്താർ വിരുന്ന് ഇങ്ങനെയുള്ള ടെൻറ്റ് ദുബായ് KMCC ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2500 അടുത്തോളം ആൾക്കാർ ഡെയിലി ഇവിടെ വന്ന് നോമ്പ് തുറക്കാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫുഡെല്ലാം അവരവിടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വോളണ്ടിയേഴ്സ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ ഇത്രയും വലിയ ആത്മാർത്ഥമായിട്ടുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും പേർക്ക് ഫുഡ് ഇവിടെ ഒരുക്കി കൊടുക്കുന്നത്, അതാണ് ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ളത്. പിന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്നിവിടെ ദുബായ് KMCC നമുക്ക് അനുവദിച്ച് കിട്ടിയ ഇന്നത്തെ ഈ വിരുന്ന് നമ്മുടെ ഓരോരുത്തർക്കും, നമ്മുടെ ജില്ലയിലുള്ളവരും അതുപോലെ തന്നെ കേരളത്തിലും അന്യ സ്ഥലങ്ങളിലുള്ളവർക്കും വേണ്ടി നമ്മൾ ഇവിടെ ഒരുങ്ങിയിട്ടുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയുടെ വൈസ് പ്രസിഡന്റ് മുനീർ ഖാൻ. അസ്സലാമു അലൈക്കും. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെ ഈ ടെൻറ്റ് കെട്ടിയതിന് ശേഷം നമ്മൾ 7 ടീമാക്കി നമ്മളെ ജില്ല ഇവിടെ വാളണ്ടീസിനെ തിരിച്ചു വെച്ചിരുന്നു. ഓരോരുത്തർക്കും 7 പേർക്കും 7 കളർ ടീഷർട്ട് കൊടുത്തുവിട്ട് എല്ലാവരും ഭയങ്കര ആത്മാർത്ഥമായിട്ട് 1:30 മണി തൊട്ട് വന്ന് ഡ്യൂട്ടി കഴിഞ്ഞാൽ 100 ഇവിടെ വരികയും അവർ 9 മണി വരെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്ത് ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അവർ പോകുന്നത്. ഒരാത്മാർത്ഥം, അത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അപ്പം ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇഫ്താർ നടത്താനുള്ള ഒരു സൗകര്യം തന്നതിൻ്റെ പേരിൽ നമ്മൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്തു. അപ്പോൾ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഐറ്റമായിട്ട് 7 ഐറ്റം നമ്മളുണ്ടാക്കി അവർക്ക് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ കൊടുക്കാൻ വേണ്ടി വെച്ചു.
ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് KMCCയുടെ കിച്ചണിലേക്കാണ്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് തന്നെ ചോദിക്കുകയാണ്, ഇത് എങ്ങനെയാണ് ഇത്രയും മനോഹരമായി ചെയ്യാൻ കഴിയുന്നത്? നമ്മൾ ഏകദേശം ഒരു 125ഓളം വളണ്ടിയർമാരുണ്ട്. അതിലൊരു 7 ടീമായിട്ട് തിരിച്ചാണ്, ഓരോരുത്തർക്കും ഓരോ കളറായിട്ട്. അപ്പോൾ 7 ദിവസത്തേക്ക് 7 ടീമാണ്. ചിലപ്പോൾ ഏകദേശം ഡ്യൂട്ടി കഴിഞ്ഞ് 2 മണിയോടുകൂടി തന്നെ വളണ്ടിയർമാർ ഇവിടെ എത്തും. എന്നിട്ട് ആദ്യം ഫ്രൂട്ട് കഴുകി കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് അത് പിന്നെ അതുപോലെ തന്നെ സാധനങ്ങൾ വിരിക്കാൻ തുടങ്ങും. വിരിച്ച് വെള്ളം, ജ്യൂസ്, ലെമനൊക്കെ വെക്കും. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പാക്ക് ചെയ്തുള്ള ഫ്രൂട്ട് പോകും. അത് കഴിഞ്ഞ് നമ്മൾ 5 മണിയോടുകൂടി തന്നെ നമ്മുടെ കിച്ചണിൽ നിന്ന് വരുന്ന ഫുഡാണ്. അത് വണ്ടിയിൽ വരും. പാക്കിങ് തുടങ്ങി, വിളമ്പി തുടങ്ങി. ഇനിയിപ്പം വാങ്ങ് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്ക് ഏകദേശം 2000 ഫുഡ് ഇവിടെ നിന്ന് വിളമ്പി കഴിയും. വാങ്ങ് കൊടുക്കലും ഫുഡ് കൊടുക്കലും ഏകദേശം ഒരേ ടൈമിനാണ് കഴിയാറുള്ളത്. ഒരു ടൈമിങ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അതിനുശേഷം നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം തറാവി നിസ്കരിക്കാനുള്ള ഇശാ വാങ്കോട് കൂടിയാണ് നമ്മളെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകദേശം അവസാനിക്കുക. ഫുള്ള് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഓരോ വളണ്ടിയർമാർ ഇവിടുന്ന് പോവുക. ഏതായാലും വീണ്ടും ഒരുപാട് പേർക്ക് ഇതുപോലെ ഇഫ്താറിന് വിളമ്പാൻ കഴിയട്ടെ, സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. റംദാൻ കരീം. താങ്ക് യു. ഞാനിപ്പോൾ ദുബായ് KMCCയുടെ ഹാപ്പിനെസ് ടീമിൻ്റെ കൂടെയാണുള്ളത്. നമുക്ക് ജനറൽ കൺവീനറിൻ്റെ അടുത്തേക്ക് ചോദിക്കാം, ഈ ഇഫ്താറിൻ്റെ വിരുന്നുകൾ എങ്ങനെയാണ് പോകുന്നത്? നമ്മൾ മുന്നേ നമ്മളെ നേതാക്കന്മാർ പറഞ്ഞ പോലെ തന്നെ 2012 നമ്മളെ ഇഫ്താറിൻ്റെ ടെൻറ്റിൻ്റെ തുടക്കം. അതിനു മുമ്പേ നമ്മളെ ഓഫീസ് KMCC ഓഫീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇഫ്താർ ടെൻറ്റ് എന്ന് പറയുന്നത് 2012 അതിന് ശേഷം ഏകദേശം 2018 വരെ നമ്മൾ അൽബർഹ ദുബായ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിരുന്നു. അവിടെ നമ്മളെ കമ്പൗണ്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു. അന്ന് മുതൽ തന്നെ ഏകദേശം 1500 ആൾക്കാരോളം അവിടെ നോമ്പ് തുറ കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അതിന് ശേഷം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് 4-5 വർഷം നമുക്ക് അതിൻ്റെ പെർമിഷൻ കിട്ടാതിനനുസരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ, അതായത് KMCC ഓഫീസിൻ്റെ ഉള്ളിൽ ഭക്ഷണം കൊണ്ടുവന്ന് എല്ലാ ഭാഗങ്ങളും, അതായത് ദുബൈയുടെ പല ഭാഗങ്ങളിലും ഓരോ ഡ്രൈവർമാരെ നമ്മളെ വോളണ്ടിയേഴ്സ് തന്നെ ഡ്രൈവ് ചെയ്ത് അവരെ പാവങ്ങളുടെ വില്ലയിലേക്കും ഫ്ലാറ്റിലേക്കും കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യമാണ് 2025. ഈ വർഷമാണ് നമുക്ക് ഇപ്പോൾ അടുത്ത് ഈ നോമ്പ് തുടങ്ങുന്നതിന് ഒരു 15 ദിവസം മുമ്പാണ് നമുക്ക് പെർമിഷൻ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാപ്പിനെസ് ടീമായ 200ഓളം ഹാപ്പിനെസ് ടീം അംഗങ്ങൾ നമ്മുടെയിലുണ്ട്. അത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. കാരണം ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ അവർ ജോലി കഴിഞ്ഞ് നേരെ ടെൻറ്റിലേക്കാണ് വരാറ്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഏകദേശം രാത്രി 9 മണി വരെ ഇവിടെ നിന്ന് എല്ലാം സജ്ജീകരിച്ച് ക്ലീൻ ചെയ്ത് മുനിസിപ്പാലിറ്റി വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബോട്ടിൽ പോലും കളയാതെ എല്ലാം വേസ്റ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോകാറ്. അത് ഈ ഏകദേശം ഇന്ന് 26ാമത്തെ ദിവസമാണ്. ഇതുവരെ അതുപോലെ തന്നെയാണ്. റംദാൻ കരീം. താങ്ക് യു. അഷ്റഫ് ഖാ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. റംദാൻ കരീം. എന്താണ് ഇക്കയ്ക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു ടീം ആണ് ഇത്. ഈ കാണുന്ന മാവിൽ 7 സേനകൾ, ആ 7 ടീമിൻ്റെ വർക്ക് ഒരിക്കലും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയേറെ കണ്ടില്ല നിങ്ങൾ, അത്ര സജീവമായിട്ടാണ് ഓരോ പ്രവർത്തനങ്ങൾ. ഓരോ ടീമിൻ്റെയും ക്യാപ്റ്റന്മാരും വൈസ് ക്യാപ്റ്റന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇവിടെ നിൽക്കേണ്ട ആളുകളാണ്. പക്ഷേ അവരെ ആ പ്രവർത്തനങ്ങൾ നേരത്തെ വന്ന് ഏകദേശം 2 മണിക്ക് തന്നെ ഇവിടെ എത്തി. 2 മണിൻ്റെ മുന്നേ ഇവിടെ എത്തി. അവസാനം 8 മണി വരെ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും വരുന്ന അതിഥികളെ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ആത്മാർത്ഥത ആണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. അത്രയേറെ സേവനം ചെയ്യുന്ന ഒരു ടീം അംഗങ്ങളാണ് ഇവിടെയൊക്കെ പല കളറിലായിട്ട് നിൽക്കുന്നത്. ഇന്ന് റെഡ് കളറിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ദിവസം. അവർ അതിമനോഹരമാണ് എല്ലാം. ഏതായാലും പടച്ചവൻ്റെ സർവശക്തൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പം ഉള്ളത്. അതായത് നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളെ തരുന്ന നിങ്ങളെ പിന്തുണയാണ്, നിങ്ങളെപ്പോലത്തെ ആളുകൾ വന്ന് ഇത് കാണാനൊക്കെ കാണിക്കുന്ന ആ ഒരു നിങ്ങളുടെ പ്രചോദനമാണ് ഞങ്ങൾക്കൊക്കെ ഏറെ പ്രചോദനം ചെയ്യുന്നതൊക്കെ. അതിനും കൂടെ നന്ദി ഞാൻ രേഖപ്പെടുത്താനേ സാർ. തീർച്ചയായിട്ടും KMCC ദുബൈക്ക് കൂടുതൽ ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. റംദാൻ കരീം. എല്ലാവർക്കും റമദാൻ ആശംസ നേരുകയാണ്. ഏറ്റവും പുണ്യകരമായ റമദാൻ്റെ അവസാനത്തെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്ന ആ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ലൈലത്തുൽ ഖദർ ഇന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 27-ാം രാവ്.
പുണ്യങ്ങളുടെ പൂക്കാലം എന്നറിയപ്പെടുന്ന ഈ റമദാൻ മാസത്തിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ ഈ വിശേഷ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പറ്റിയ ഒരു ദിവസമാണെന്ന് പടച്ചവൻ്റെ ഭാഗത്തു നിന്ന് ഒട്ടും കുറയാതെ പ്രതിഫലം ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, നോമ്പെടുക്കുന്നവർക്കും, നോമ്പിന് വേണ്ടി എല്ലാ സജ്ജീകരണം ഒരുക്കുന്ന എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒന്നുകൂടെ റമദാൻ ആശംസ നേരുകയാണ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമദാൻ ആശംസകളാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ദുബായ് KMCയുടെ ഇഫ്താർ ടെൻറ്റിലാണ്. എല്ലാ ദിവസവും 2000-ലധികം ആൾക്കാർ ഇവിടെ വന്ന് ഇഫ്താർ നോമ്പ് തുറന്ന് ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ഒരുപാട് ബിസിനസ് പ്രമുഖർ, അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ വോളണ്ടിയേഴ്സാണ്. ഉച്ചയ്ക്ക് തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇതിൻ്റെ സന്നാഹങ്ങളൊക്കെ ഒരുക്കി ഈ വരുന്ന ആൾക്കാർക്കുള്ള ഫ്രൂട്ട്സും ജ്യൂസും ഭക്ഷണ വിതരണവും എല്ലാം ഒരുക്കുന്ന വോളണ്ടിയർമാർക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. തീർച്ചയായും അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. ഇന്നിവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയാണ് ഇന്നത്തെ ഇവിടെ ഓർഗനൈസർ. ഓരോ ദിവസവും ഓരോ ജില്ലയ്ക്ക് അതിൻ്റെ ഓർഗനൈസിങ് ഇത് കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായും ഇന്ന് ഒരുപാട് തലസ്ഥാനത്തിൻ്റെ പ്രമുഖരൊക്കെ കാണുന്നുണ്ട്, ആൾക്കാർ നോമ്പെടുക്കാൻ വരുന്നത് കാണുന്നുണ്ട്. എല്ലാവിധ ആശംസകളും തിരുവനന്തപുരം ജില്ലക്കും മറ്റുള്ള എല്ലാവർക്കും നേരിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. റമദാൻ 1 മുതൽ ഇന്ന് 27-ാം രാവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു രാവിനെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് നമ്മളൊക്കെ. ഇന്ന് തിരുവനന്തപുരം ജില്ലയുടെ അവരുടെ ഒരു ദിനമാണ്. ഈ ടെൻറ്റ് തിരുവനന്തപുരം ജില്ലയാണ് നിയന്ത്രിക്കുന്നത്. അവരുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ഖിറാഅത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മുനീർ സാഹിബിനെ ക്ഷണിച്ചോളൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله. ദുബായ് KMCCയുടെ ഇഫ്താർ ടെൻറ്റിൻ്റെ 26-ാം ദിവസമായി ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന തിരുവനന്തപുരം ജില്ലയുടെ ദിവസമാണിത്. ഈ പുണ്യ ദിവസം തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ഈ ദിവസത്തെ ഞങ്ങൾ ദുബായ് KMCCയുടെ പ്രവർത്തകർക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി എല്ലാവർക്കും റമദാൻ ആശംസ നേരുകയാണ്. ഈ വേദിയിൽ വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വം ബഹുമാനപ്പെട്ട വാഗ്മി പണ്ഡിതനുമായ നൗഷാദ് ബാഖവി അവറുകൾ, മറ്റുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, KMCCയുടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സ്, ദുബായ് KMCCയുടെ സാരഥികൾ, എല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമായിട്ടാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. റമദാൻ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും പുണ്യമായിട്ടുള്ള ദിവസം ഇന്നെന്നാണ് പറയുന്നത്. 27-ാം രാവ് ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രാവാണ്. പടച്ചവന് ഒട്ടും കുറയ്ക്കാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമാണ് പ്രാർത്ഥിക്കുകയാണ്. ദുബായ് KMCCയുടെ ആഭിമുഖ്യം നടത്തുന്ന ഈ ഇഫ്താർ ടെൻറ്റ് ഞാൻ മനസ്സിലാക്കിയത് റംസാൻ 1 മുതൽ റംസാൻ അവസാനം വരെ പ്രവർത്തിക്കും.
എല്ലാ ദിവസവും 2500ഓളം പേർക്ക് ഇഫ്താർ വിരുന്നൊരുക്കുകയാണ് ദുബായ് KMCC. അതിൽ എടുത്തു പറയേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സാണ്. അവരാണ് ഇതിൻ്റെ ബാക്ക് ബോൺ. അവരുടെ യഥാർത്ഥമായിട്ടുള്ള ജോലി കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ വരികയും ഉച്ച മുതൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ഈ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് എൻ്റെ പ്രത്യേക പ്രാർത്ഥനയും നടത്തുന്ന പഠിച്ചവനെ ഒട്ടും കുറയ്ക്കാതെ അവർക്ക് അതിൻ്റെ പ്രതിഫലം നൽകണേ എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം KMCC എന്ന പ്രസ്ഥാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ലോകത്ത് ഏത് രാജ്യത്ത് എന്നാലും ശരി തന്നെ അവിടെ KMCC ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസുഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട KMCCയുടെ കർമ്മധീരരായ പ്രിയപ്പെട്ട പ്രവർത്തകർ, വോളണ്ടിയർമാരായി സേവകരായി ഇവിടെ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇന് ഇജാബത്തുള്ള ഈ സമയത്തെ നമ്മുടെ ഈ സൽക്കർമ്മം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ എല്ലാവരും ജീവിതത്തിൽ പലവിധ തിരക്കുകളുള്ളവരും ബിസിനസ്സിൻ്റെയും ജോലിയുടെയും ഒക്കെ മറ്റ് അത്യാവശ്യങ്ങൾക്ക് പോകേണ്ടവരുമൊക്കെയാണ്. പക്ഷേ പരിശുദ്ധ റമദാനിൻ്റെ ഇജാബത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഇത്രയും ആളുകൾക്ക് മുന്നിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ സംഘം അൽഹംദുലില്ലാ അഭിമാനത്തോടു കൂടി KMCCയെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാം ആവേശത്തിൽ കൈയടിക്കുകയും പുളകം കൊള്ളുകയും ചെയ്തത് ജീവിതത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖിദ്മത്തിൻ്റെ സേവനത്തിൻ്റെ മൂല്യം തിരിച്ചറിയുന്നത് കൊണ്ടാണ്. നമ്മുടെ പ്രിയങ്കരനായ സിറാജുദ്ദീൻ സാഹിബ്, അദ്ദേഹം കേവലം ഒരു ബിസിനസ്സുകാരനും ഒരു യാത്രക്കാരനും മാത്രമല്ല, അദ്ദേഹം പ്രസംഗിക്കാൻ അറിയാമെന്ന് ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം KMCCയുടെ ഉള്ളകടലിലേക്ക് യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തീർച്ചയായിട്ടും അള്ളാഹു ഇങ്ങനെയുള്ള ആളുകളിലൂടെ പരിശുദ്ധ റമദാനിൽ KMCCയുടെ മനോഹരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ, അവരിൽ ഒരാളാകാൻ, അവരോടൊപ്പം നിൽക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമാണ്. നമ്മുടെ ഈ സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം ആദ്യം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഹദറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതിലുപരി നമുക്ക് വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, ഉപ്പ, കൂടപ്പറപ്പുകൾ, കൂട്ടുകാർ, ബന്ധുമിത്രാദികൾ, അവിടെ എല്ലാവരുടെയും ഖബറിടങ്ങളിലേക്ക് കാരുണ്യവാനായ അള്ളാഹു നമ്മുടെ ഇന്നത്തെ ദുആഇൻ്റെ മിസ്ലി സവാബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ UAE-യിലുണ്ട്. ഒരുപാട് ഇഫ്താർ സംഗമങ്ങളിലും സുഹൂർ പ്രഭാഷണ വേദികളിലും ഒക്കെ പങ്കുകൊള്ളാൻ എനിക്ക് കഴിഞ്ഞു. അവിടെയെല്ലാം മാഷാ അല്ലാഹ് നമ്മുടെ KMCCയുടെ പ്രവർത്തന മികവ് വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്നതാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് നോമ്പുതുറ സംഘടിപ്പിക്കാൻ, അതൊരു മജ്ലിസാക്കി മാറ്റാൻ, അതിനുവേണ്ടി വോളണ്ടിയർമാർ വളരെ അച്ചടക്കത്തോടു കൂടി അടുക്കും ചിട്ടയുമുള്ള മജ്ലിസുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ കൂടുമ്പോഴും വളരെ അച്ചടക്കത്തോടു കൂടി അതിന് നേതൃത്വം കൊടുക്കാൻ വോളണ്ടിയർമാർക്ക് കഴിയുന്നു എന്നത് തികച്ചും മാഷാ അല്ലാഹ് KMCCക്ക് അവകാശപ്പെട്ട ഒരു വലിയ സമ്പത്ത് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കുവൈറ്റ് KMCCയുടെ പരിപാടിക്ക് അവിടുത്തെ അബ്ബാസിയ സ്കൂളിൽ പങ്കെടുക്കുമ്പോൾ മാഷാ അല്ലാഹ് ഏകദേശം 10,000-3000 ആളുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടുത്തെ വോളണ്ടിയർമാരുടെ ത്യാഗം, അവർ പോലും ഭക്ഷണം കഴിക്കാതെ ഒരു കാരക്ക ചുണ്ടിൽ വെച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഖിദ്മത്തിൻ്റെ ഒരു മനോഹരമായ ഉദാഹരണം അവിടെ കണ്ടപ്പോൾ സത്യത്തിൽ കണ്ണു നിറഞ്ഞുപോയി. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ മുമ്പിലിരിക്കുന്ന വിഭവങ്ങൾ കഴിക്കാൻ വേണ്ടി ആവേശം കാണിക്കുമ്പോഴും നമുക്ക് തരാൻ വേണ്ടി ആവേശം കാണിക്കുന്നവരാണ് പ്രിയപ്പെട്ടവർ. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. അല്ലാഹു ഒരടിമയെ സഹായിക്കുന്നത് ആ അടിമ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. മാഷാ അല്ലാഹ്, ഞാൻ ഇന്ന് ഈ ഒരു ദുആയിൽ പങ്കുകൊണ്ട് നിങ്ങളുടെ ഈ സന്തോഷം കണ്ട് എൻ്റെ നാട്ടിലേക്ക് തിരിക്കുന്ന ദിവസമാണ്. നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി പെരുന്നാൾ ഞാൻ ആഘോഷിക്കുന്നത് എൻ്റെ നാട്ടിലെ സ്നേഹസാഗരത്തിലെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ കൂടെയും അമ്മമാരുടെ കൂടെയുമാണ്. അതുകൊണ്ട് ഈ പെരുന്നാളും എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലയുടെ KMCCയുടെ പ്രവർത്തകർ വളരെ സജീവമായി ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്, പക്ഷേ ഇന്ന് അവരുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിന് വല്ലാത്തൊരു അഭിമാനം തോന്നുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജില്ലയിലും ഒരുപാട് മെമ്പർമാരുണ്ടാവണം, ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. ഇത്തരം പ്രവർത്തനങ്ങൾ പങ്കുചേർന്നുകൊണ്ട്
സിറാജുദ്ദീൻ സാഹിബിനെ പോലെയുള്ള അതുപോലെ മറ്റിവിടെ ഇരിക്കുന്ന നേതൃത്വങ്ങളോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മാഷാ അല്ലാഹ് നമ്മുടെ ജില്ലയിലും പ്രവർത്തനങ്ങൾ സജീവമാക്കണം. നമ്മുടെ പേര് എല്ലാ സ്ഥലത്തും മാഷാ അല്ലാഹ് തിരുവനന്തപുരം ജില്ല ഇന്നൊരുപാട് പരാജയപ്പെട്ട പിതാവിൻ്റെ സങ്കടമുഖത്ത് വന്ന് വേദനയോടുകൂടി വിമ്മിപ്പൊട്ടിയിരിക്കുന്ന വെഞ്ഞാറമൂടും തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ടതാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം ജില്ലയിലാണ് CH സെൻ്ററിൻ്റെ RCCയുടെ സേവനങ്ങളുള്ളത്, സ്നേഹസാഗരമുള്ളത്. മറുഭാഗത്ത് അങ്ങനെ ഹിദുമത്തിൻ്റെ വലിയ സീമകൾ കൈയടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നന്മയിലേക്ക് വന്ന് നമ്മുടെ ജില്ലയുടെ യശസ് ഉയർത്താൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലയോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തി ബാക്കിയുള്ള മുഴുവൻ KMCC പ്രവർത്തകരോടും മാഷാ അല്ലാഹ് ഇത് കോടിക്കണക്കിന് മാലാഖമാർ പ്രാർത്ഥിക്കുന്ന ഒരു സുന്ദര നിമിഷമാണ്. കാരുണ്യവാന അല്ലാഹു ഈ ഖിദ്മത്ത് സ്വീകരിക്കട്ടെ. ഇവിടെ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് കഷ്ടപ്പെടുന്നവരുണ്ട്. നമുക്ക് നമ്മുടെ മുന്നിൽ വിഭവങ്ങളുണ്ടെങ്കിലും ഒരു കാരയ്ക്ക പോലും കിട്ടാൻ നോമ്പ് തുറക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന പല രാജ്യങ്ങളുടെയും മക്കളുണ്ട്. അടിച്ചമർത്തപ്പെട്ടവർ, ബോംബിട്ട് തകർക്കപ്പെട്ടവർ, പള്ളിക്കകത്ത് മരണപ്പെട്ടു പോയവർ, ഒന്നുമില്ലാതെ ചതഞ്ഞരിഞ്ഞു പോയവർ, അവരെയൊക്കെ ഓർക്കാൻ ഈ സമയത്ത് നമുക്ക് സാധിക്കണം. നമ്മുടെ രാജ്യത്തെ തന്നെ പാവങ്ങളെ ഓർക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തന്ന നിഅമത്തിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്താൻ ഈ സമയത്ത് നമുക്ക് ദുആ ചെയ്യാം. കാരുണ്യവാനായ അള്ളാഹു കബൂലാക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأقاربنا وأساتذتنا وأحبابنا من الدين والمظالم والنار. اللهم اجعل صيامنا صيام الصائمين وقيامنا قيام القائمين ودعاءنا عندك مقبولة ومرضية ومحبة يا رب العالمين. അർഹമർ റഹീമായ കരുണക്കടലായ രാജസയ്യിദായ അല്ലാഹുവേ, ഈ പരിശുദ്ധ റമളാനിൻ്റെ ഞങ്ങളുടെ ഈ പവിത്രമായ ദിവസത്തെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നീ മാപ്പാക്കണേ അല്ലാ, നീ അഫുവാക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ ഇഫ്താർ ടെൻഡിലേക്ക് ഒരുമിച്ച് കൂട്ടി അവർക്ക് വിഭവങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. അവർക്ക് നീ സമ്പൽ സമൃദ്ധിയുടെ കവാടങ്ങളെ തുറന്നു കൊടുക്കണേ അല്ലാ.
This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.